ആദ്യം കൃപാസനം ഞങ്ങൾക്ക് കിട്ടിയത്, എൻ്റെ കയ്യിൽ കിട്ടിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു മരിയൻ റിട്രീറ്റ് സെൻറ്ററിൽ ഞങ്ങൾ വെറുതെ ഒരു സന്ദർശനത്തിന് പോയായിരുന്നു. അപ്പം അവിടുത്തെ ആ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ 2 യുവാക്കൾ ഈ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും ഇതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വായിച്ചു നോക്കി. അപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നിയത്, ഇത്രയും വലിയ ഈ മരിയൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുമ്പിൽ വേറൊരു മാതാവിനെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത് ഇവരാരാണ്? ഞാൻ ശരിക്കും വേറെ കാത്തലിക് അല്ലാത്ത വേറെ ആരെങ്കിലും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എന്തായാലും ഞാനത് കയ്യിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ ബാക്കി പേജ് വായിച്ചു നോക്കി. അപ്പോൾ അവിടെ അച്ഛൻ്റെ പേര് കണ്ടത് VP ജോസഫ് എന്നാണ്. അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. കാരണം കത്തോലിക്കരെ സംബന്ധിച്ച് എനിക്ക് ശരിയാണോ എന്നറിയത്തില്ല, നമ്മൾ അച്ഛന്മാരുടെ വീട്ടുപേര് വെച്ചാണ് മിക്കവാറും അച്ഛന്മാരുടെ പേര് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് VP ജോസഫ് എന്നുള്ള പേരും കൂടെ കേട്ടപ്പം ഞാനിത് ശരിക്കും ഇതെന്തോ ഭയങ്കര തട്ടിപ്പാണ്. പിന്നെ അതിൽ അന്നത്തെ സാക്ഷ്യങ്ങളൊക്കെ വരുന്നത് കൃപാസനം പത്രം എന്തൊക്കെയോ ചെയ്തിട്ട് അവർ ദേഹത്ത് വെച്ച് കിട്ടി, അങ്ങനെയൊക്കെ ഒത്തിരി രോഗശാന്തികൾ കിട്ടുന്നു. ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇത് ഭയങ്കര തട്ടിപ്പാണ്, മാതാവിൻ്റെ പേരിൽ എന്തോ പുതിയൊരു തട്ടിപ്പാണ് എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് തുണി പിഴിയുന്നത് പോലെ 2 കൈ കൊണ്ടും പിഴിഞ്ഞിട്ട് അത് അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിലിട്ടു. അത് അങ്ങനെ അങ്ങ് നിന്നു. അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിൽ ഭയങ്കര ദേഷ്യത്തോടെ തന്നെയാണ് ഇട്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ നാൾ, ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പം രണ്ടാമത്തെ മോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് 1ാം ക്ലാസ് മുതൽ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്താലും എന്തുമാത്രമൊക്കെ മുൻകരുതലുകൾ എടുത്താലും അവൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ ഞങ്ങളത് കഷ്ടപ്പെട്ടു. രാത്രിയിലും ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാലും ആ സമയത്തും രാത്രിയിലും ഒരു 3-4 പ്രാവശ്യം നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മാറുന്നില്ലായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം എനിക്ക് ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു, ഡോക്ടർമാർക്ക് ഒരു കാലത്ത് ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആ സമയത്താണ് കൊറോണയൊക്കെ വന്നത്. നമുക്ക് വരാനും പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം മുതൽ, നാളെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അത് തലേ ദിവസം വൈകിട്ട്